ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് ഗൂഗിളിൻ്റെ ഒരു സർവീസ് ഉണ്ട്, റീഡ് അലൗഡ് എന്നാണ് ഈ സർവീസിനെ പറ്റി പറയുന്നത്. അതായത് നമ്മൾക്ക് മൊബൈൽ സ്ക്രീനിലെയോ കമ്പ്യൂട്ടർ സ്ക്രീനിലെയോ കാര്യങ്ങൾ നമ്മൾക്ക് ഗൂഗിൾ വായിച്ച് കേൾപ്പിച്ച് തരും. അതിപ്പം മലയാളത്തിലായാലും ഏത് ലാംഗ്വേജിലായാലും ഗൂഗിൾ വായിച്ച് കേൾപ്പിച്ച് തരും. മലയാളം ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റീഡ് അലൗഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ്. രണ്ട് തരത്തിൽ ഇത് ഉപയോഗിക്കാം. അതിൽ നമ്മൾക്ക് എങ്ങനെയാണ് മൊബൈൽ സ്ക്രീനിൽ വരുന്ന മലയാളം വാക്കുകൾ എങ്ങനെ, അല്ലെങ്കിൽ ഒരു വെബ് പേജ് നമ്മൾക്ക് ഗൂഗിൾ വായിച്ചു തരുന്നതാണ്. അതെങ്ങനെ ഗൂഗിളിനെ കൊണ്ട് നമുക്ക് വായിച്ചു തരാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ എല്ലാവിധ ഫോണിലും നമ്മൾക്കറിയാം, നമ്മളുടെ ഫോണിലൊക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകും, കണ്ടില്ലേ? ഇതൊരു ഗൂഗിൾ അസിസ്റ്റൻ്റ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡീഫാൾട്ടായിട്ട് തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ, നമ്മൾ എവിടെയെങ്കിലും വെച്ചത് ഈ ഹോം കീ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ, അങ്ങനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആർട്ടിക്കിൾസ് ഇവിടെ കാണാം. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സെർച്ച് സ്ക്രീൻ റീഡ് അലൗഡ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇവിടുന്ന് നമുക്ക് വായിച്ച് തരേണ്ടതാണ് കാര്യങ്ങൾ. പക്ഷേങ്കിൽ എന്തോ ഒരു ബഗ് കാരണം ഇത് ഇവിടുന്ന് വായിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, ഇത് റീഡ് ആവുന്നില്ല. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പം വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അവിടെ റീഡ് അലൗഡ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനൊരു സംഭവം വരും. ഇത് ചെയ്യേണ്ട. ഞാൻ ചെയ്തത് കുറച്ചുകൂടി താഴോട്ട് പോയി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ റീഡിംഗ് മോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാം. ഓക്കെ, സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ എവിടെയാണ് സിസ്റ്റം സെറ്റിങ്സ്, അതിൽ നിങ്ങൾ എവിടെയെങ്കിലും ഈ ആക്സസിബിലിറ്റീസ് കണ്ടുപിടിക്കുക. അതിലിങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും റീഡിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം, ഇവിടെ ഈ ഷോർട്ട് കട്ട് ഓൺ ചെയ്യുക, എന്നിട്ട് അലോ കൊടുക്കുക. അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇത് രണ്ട് വോളിയം, അതായത് വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും 3 സെക്കൻഡ് സമയത്തേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ആക്ടിവേഷൻ ആകുന്ന രീതി വേണോ, അല്ല ഡീഫാൾട്ടായിട്ട് ഇങ്ങനെ കിടക്കണമെന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മളത് കൊടുക്കുക, ഡീഫാൾട്ടായിട്ട് ഇങ്ങനെ വേണമെന്നുള്ളത്. സോ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ നിന്നാണോ അത് വായിക്കേണ്ടത്, ഉദാഹരണത്തിന് നമ്മൾക്കിപ്പോൾ നേരത്തെ എടുത്ത പേജ് നമ്മൾക്ക് ഒന്നുകൂടി എടുക്കാം. ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ടച്ച് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊടുക്കുക. വിസിലടിച്ചു, കൂക്കി വിളിച്ചു, സൂം മീറ്റിംഗ് തടസ്സപ്പെടുത്താൻ ജീവനക്കാരുടെ ശ്രമം, ബൈജുവിനെ പുറത്താക്കാൻ നിക്ഷേപമില്ലേ, ഇതിങ്ങനെ വായിച്ചു വരുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും ഉപകാരപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറേ ക്വസ്റ്റ്യനുകളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ പേജ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾക്കിനി ഇതിനെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഇത് അവർ പറയുന്ന മലയാളത്തിന് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് റീഡ് കൊടുക്കാം. റീഡ് സിംഗിൾ ക്വസ്റ്റ്യൻസ്, സ്പീഡ് ഒന്ന് കൊടുത്തിട്ട് ഓൺലൈൻ എക്സാം. അടുത്ത ചോദ്യം 201. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര്? ശരിയായ ഉത്തരം ലൂയിസ് ഫിഷർ. അപ്പം ആ ഇംഗ്ലീഷ് വായിക്കുന്ന രീതിയിൽ കുറച്ച് ഒരു ഇതുണ്ട്, അല്ലെ സോറി, മലയാളം വായിക്കുന്ന രീതിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ വായിക്കുന്നത്. സോ ഇവിടെ നമ്മൾക്ക് എന്താ പറയുക, ഓഡിയോ 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളൂ. ഇനി ഭാവിയിൽ കുറച്ചും കൂടി നല്ല വോയിസുകൾ വരുമായിരിക്കും. ഇപ്പം ഇവിടെ ഒരു മലയാളം ഒരു ഇംഗ്ലീഷാണുള്ളത്. സോ നിങ്ങൾക്കിങ്ങനെ അതിൻ്റെ സ്പീഡും കാര്യങ്ങളും ടെക്സ്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതേപോലെ മാറ്റാം. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസൊക്കെ 1 by 1 അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് റീഡ് ചെയ്ത് പോകുന്നതാണ്. സോ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വായിക്കണമെങ്കിൽ ഇയർഫോൺ വെച്ച് ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി, കറക്റ്റായിട്ട് നമുക്ക് ആൻസറും ക്വസ്റ്റ്യനൊക്കെ വായിച്ചു പോകാം. അപ്പോൾ ഇങ്ങനെ ഈ റീഡ് അലൗഡ് എന്നുള്ളൊരു പരിപാടി നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ PSC പോലുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്കും, അല്ലെങ്കിൽ ധാരാളമായിട്ട് മൊബൈലിൽ വായിക്കുന്നവർക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ടിട്ട് ഇത് ചോദ്യോത്തരങ്ങളും മറ്റൊക്കെ വായിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ സാധാരണ അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ ചെയ്യാറുണ്ട്, ആരെങ്കിലും കൊണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കാറുണ്ട്. ഇത്ര ചോദ്യങ്ങൾ, അത് ഈ PSC പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.